എങ്ങനെയാടാ? എനിക്കറിയില്ലല്ലോ. ഇതാ കണ്ടില്ലേ, അമ്മ അവിടെ വെച്ചു ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ ഗ്രീൻ ചില്ലി സോസ് ഇത്രയും നല്ലവണ്ണം അടുപ്പത്ത് വെച്ച് ഒന്ന് ഇല്ല. ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് എങ്ങനെയാടാ? എനിക്കറിയില്ലല്ലോ. പറയാം. ഇത് 3 കായ എനിക്ക്, 3 കായ അമ്മയ്ക്ക്. ഇതില് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കായ എടുത്ത് വെച്ചു. ഇനി അമ്മ ഒരു കാ വെക്കും, അത് ഞാൻ വെക്കും. അങ്ങനെ വെച്ച് എന്റെ കാ ഒരേ നെരിക്ക് വരുവാണെങ്കിൽ ഞാൻ ജയിക്കും. അമ്മയുടെ കാ ഒരേ നെരിക്ക് വരുവാണെങ്കിൽ അമ്മ ജയിക്കും. നമുക്ക് കളി തുടങ്ങാം. കൊച്ചു വെക്ക്. ഞാൻ ഇങ്ങോട്ട് നീക്കി. നീക്ക്. ഞാൻ ജയിച്ചു. അയ്യോ, കൊച്ചു ജയിച്ചോ? ഇനി ഞാൻ ഇല്ല കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ട് വരട്ടെ. അപ്പം ഉണ്ടാക്കട്ടെ. ഇനി കുഞ്ഞു തന്നെ കളിക്ക്, സമയം പോലെങ്കിൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ പലഹാരം കാബേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കാബേജ് അത്യാവശ്യം വലിപ്പമുള്ള കാബേജ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ പോളകൾ നമുക്ക് അടർത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മുകളിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിങ്ങ് പോരും കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോകാതെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് പോളകൾ ഇപ്പം ഞാൻ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പോളകളൊക്കെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ വാഴയിലൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ അതേപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് വെന്തോട്ടാൽ കുഴപ്പമില്ല, ഒരുപാട് അങ്ങ് വെന്ത് പോവുകയും ചെയ്യരുത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം കേട്ടോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാവേ. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഏകദേശം വഴണ്ട് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളിത്തണ്ട് അരിഞ്ഞതും ക്യാരറ്റും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ്, മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പൊടി കൂടെ മൂത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം വാട്ടി വെച്ച ആ കാബേജ് പോളയുടെയൊക്കെ ഈ നടുവിലെ ഈ കട്ടിയുള്ള ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ വെച്ച്, അമ്മ അവിടെ വെച്ചു, ഞാനിവിടെ വെച്ചു. ഇതാ കണ്ടില്ലേ, എല്ലാം അതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ നൂർത്ത് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഈ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ആ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെച്ച് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അതിന് ശേഷം അത് നല്ലവണ്ണം ഒന്ന് മടക്കി എടുക്കണം. പുറത്തേക്കൊന്നും പോവാത്ത രീതിക്ക് ആക്കി എടുക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഞാൻ മടക്കിയെടുക്കുന്ന ഈ ഒരു രീതിക്കാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ മടക്കി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ എന്ത് രസമല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂണോളം സോയാ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലവണ്ണം കട്ടയൊക്കെ ഉടച്ച് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ കൂടെ
അതിനുശേഷം 1 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് അലന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാനിലേക്ക് ആ കാബേജ് വെച്ച് ഉണ്ടാക്കിയതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് നല്ലവണ്ണം അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് ആ ജ്യൂസൊക്കെ ഒന്ന് ഒരു കുഴമ്പ് പരുവത്തിൽ, ഒത്തിരി അങ്ങോട്ട് വറ്റിപ്പോകാൻ പാടില്ല, അന്നോട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരണം കേട്ടോ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ കാബേജ് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടൊരു പലഹാരം തന്നെയാണ് കേട്ടോ. നിങ്ങളും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ആഹാ, ഇതുവരെ ഇവിടെ കളി കഴിഞ്ഞില്ലേ കുഞ്ഞിൻ്റെ? ഇല്ല, മതി കളിച്ചത് കേട്ടോ. ഇനിയായിട്ട് കഴിക്കാൻ വാ. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.